ബലാത്സംഗ കേസിൽ 15 ദിവസമായിട്ട് ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വോട്ട് ചെയ്യാനെത്തി. കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുൽ വോട്ട് ചെയ്തത്. സത്യം ജയിക്കുമെന്നും എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്നും പ്രതികരിച്ച രാഹുൽ പീഡന കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. പോളിംഗ് ബൂത്തിന് മുന്നിൽ രാഹുലിനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല. പാർട്ടിയിൽ നിന്ന് നടപടി എങ്ങനെയാണ് കാണുന്നത്? അത് രാഹുൽ പ്രതീക്ഷിച്ചിരുന്നു. മൈക്കൊന്ന് മറ്റേ ചായ കുടിക്കാം. നടപടി പ്രതീക്ഷിച്ചിട്ടായിരുന്നു. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ, അത് അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ ഷോ കാണിക്കില്ലായിരുന്നു. ഇത്ര ദിവസം ഒളിവിലായിരുന്നു. 2 പീഡന കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പിൽ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി നേരിടാനുള്ളതും ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ. കാര്യമായി ചോദിച്ച ഒന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല, അല്ലെ? ധന്യ, തീർച്ചയായും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ MLA ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം ഈ ഫ്ളാറ്റിലേക്കാണ്, കുന്നത്തൂർമേട്ടിലെ ഫ്ളാറ്റിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി കുറച്ച് ദിവസം അദ്ദേഹം ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നാളെ ഒരു പക്ഷേ ഈ സർക്കാർ തിരുവനന്തപുരം ഈ സെഷൻസ് കോടതിയുടെ ഈ മുൻകൂർ ജാമ്യം നൽകിയതുമായി ബന്ധപ്പെട്ട കേസിൽ അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ സംഭവത്തിൽ ഹൈക്കോടതി എന്ന് പറയുമെന്നുള്ളത് സുപ്രധാനമാണ്. പിന്നീട് തിങ്കളാഴ്ചയാണ് ഹൈക്കോടതി ആദ്യ കേസിലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകുകയും വേണം. ഇത് തിങ്കളാഴ്ചയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പലതവണ മാധ്യമങ്ങൾ ചോദിച്ചിട്ടും കൃത്യമായി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ഈ കോടതിയിലാണ് കാര്യങ്ങളുള്ളത്, കോടതിയിൽ ഈ സത്യം തെളിയിക്കും, കോടതിയിൽ തനിക്ക് പറയാനുള്ളതും തനിക്കെതിരെ പറയാനുള്ളതും കോടതിയിൽ പറയട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം സജീവമാകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആളുകളെ പരമാവധി കാണാൻ ശ്രമിക്കുന്നു. നാളെ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ സജീവമായി പാലക്കാട് നഗരത്തിൽ ഇറങ്ങാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. തന്നെയാണ്. ശരി സാജിദ്.